ഇതാണ് നമ്മുടെ പനം കൽക്കണ്ടം, പനം ചക്കര അല്ലെങ്കിൽ പാം ഷുഗർ കാൻഡി എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കുന്ന സമയത്ത് മധുരത്തിന് വേണ്ടി ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യരുത്. ഇതിലിങ്ങനെ ഇത് കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇതിലിങ്ങനെ കുഞ്ഞു കുഞ്ഞു തരികളും പൊടിയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു സിറപ്പ് ഫോമിലാക്കിയിട്ട് ഒരു അരിപ്പ വെച്ച് അരിച്ചെടുത്ത് ഒരു ടിന്നിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ ആവശ്യത്തിന് നമുക്ക് ആ കുറുക്കിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇതെങ്ങനെയാണ് ഒരു സിറപ്പ് ഫോമിലാക്കി സ്റ്റോർ ചെയ്യാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ട്ടോ. പനങ്കൽക്കണ്ടം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. ഒരു 3-4 തവണ കഴുകിക്കോളൂ ട്ടാ. ഞാൻ ഒരാഴ്ചയിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ ആവശ്യമായിട്ടുള്ള പനങ്കൽക്കണ്ടാണ് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് അധികം എടുത്തിട്ട് മെൽറ്റ് ചെയ്ത് സിറപ്പ് ഫോമിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം ട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു പനങ്കൽക്കണ്ടം ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മെൽറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുകി എടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട്. ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തേനൊക്കെ കുടിക്കില്ലേ, അതിന്റെ ഒരു മധുരമാണ് കേട്ടോ ഇതിന്. അതിന് തേനിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് തിക്കില്ല, അതിനെ വിട്ട് കുറച്ച് ലൂസിയാണ് കേട്ടോ. ഇനി നമ്മളിതൊരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പയുടെ മുകളിൽ ഞാനൊരു വൈറ്റ് കോട്ടൺ വെച്ചിട്ടുണ്ട്. ഇതിൽ എത്രത്തോളം പൊടിയും കരടൊക്കെ ഉണ്ടായിരുന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മെൽറ്റ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് പനം കൽക്കണ്ടം കുറുക്കിലിടുന്നവരോട് പറയാനുള്ളത് ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുമക്കളുടെ വയറ്റിലോട്ട് പോണത് കേട്ടോ. ഈ രീതിയിലൊന്ന് അരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന സ്റ്റൊമക്ക് അപ്സെറ്റ് അല്ലെങ്കിൽ വയറിനുണ്ടാവുന്ന കേടുകളൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ പറ്റും ട്ടോ. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.